ഫാസ്റ്റ് ന്യൂസ് ആരംഭിക്കുന്നു. പുന്നമടയിൽ അരോമ ജലരാജാവ് 72ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിലെ കിരീടം ചൂടി കൊല്ലത്തെ അരോമ ചുണ്ടൻ. ആദ്യമായി ജലോത്സവത്തിൽ പങ്കെടുത്ത അരോമയുടെ ജയം ഫോട്ടോ ഫിനിഷിൽ. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ രണ്ടാമത് എത്തിയത് നടുഭാഗം. പ്രതിപക്ഷ ഉപനേതാവ് പദവി CPIക്ക് നൽകില്ലെന്ന് പിണറായി വിജയന്റെ നടപടി പദവിക്ക് നിരക്കാത്തതെന്ന് ബിനോയ് വിശ്വം. KB ഗണേഷ് കുമാറിന്റെ മന്ത്രിസ്ഥാനം ഉമ്മൻചാണ്ടിയെ ചതിച്ചതിനുള്ള പാരിതോഷികമെന്ന വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന അസംബന്ധമെന്ന് പിണറായി വിജയൻ. ഓണക്കാലത്ത് സർക്കാരിന്റെ വിപണി ഇടപെടൽ താളം തെറ്റിയെന്നും കുറ്റപ്പെടുത്തൽ. മാസപ്പടിക്കേസിൽ ED വേട്ടയാടുന്നത് വീണ മകളായതുകൊണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഏത് അന്വേഷണവുമായും സഹകരിക്കുമെന്നും തന്റെ കൈകൾ ശുദ്ധമെന്നും ആവർത്തിച്ച് പിണറായി. മുഹമ്മദ് റിയാസ് MLAയെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങി ED. ലേക്കർ ഇന്ത്യ കോർപ്പ് കടലാസ് കമ്പനി എന്ന പ്രചരണം തെറ്റെന്ന് അധികൃതർ. BJPയുടെയും EDയുടെയും കൂടെയാണ് കോൺഗ്രസ് എന്ന് MV ഗോവിന്ദൻ. ശബരിമലയിലെ തിരുവോണ സദ്യ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തും. നീക്കം സ്പോൺസർഷിപ്പുകളും പണപ്പിരിവുകളും ഒഴിവാക്കാൻ. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന് ജാമ്യമില്ല. ആരോഗ്യാവസ്ഥ പരിഗണിച്ച് മുൻ അംഗം അജികുമാറിന് ജാമ്യം അനുവദിച്ചു. സംസ്ഥാനത്ത് സർക്കാർ ആശുപത്രികളിൽ ഡോക്ടർമാരുടെ സേവനങ്ങളിൽ സമഗ്ര മാറ്റം വരുത്തി ആരോഗ്യവകുപ്പ്. ജില്ലാ ജനറൽ ആശുപത്രികളിൽ ഇനി മുതൽ 24 മണിക്കൂർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനം. രോഗികൾക്ക് മികച്ച സേവനം ലക്ഷ്യം. തുടക്കം പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ. വാർത്തകൾ നീക്കം ചെയ്തെന്ന പരാതിയിൽ പോലീസിന് രേഖാമൂലം മറുപടി നൽകി മെറ്റ. പോലീസോ കോടതിയോ പരാതിയോ ഉത്തരവോ നൽകിയിരുന്നില്ല എന്നും മറുപടി. നീക്കം ചെയ്ത 16 വാർത്തകൾ പുനഃസ്ഥാപിച്ചു. വാർത്തകൾ നീക്കം ചെയ്തത് ഓട്ടോമേറ്റഡ് സാങ്കേതിക പിഴവ് കൊണ്ടാണെന്നും മെറ്റ. വിശദീകരണം പോലീസ് ചോദിച്ച 7 ചോദ്യങ്ങൾക്ക്. പാലക്കാട് റെയിൽവേ ഡിവിഷൻ പരിധിയിലെ മംഗളൂരു മേഖലയെ മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റിയതിൽ പ്രതിഷേധം ശക്തം. പാലക്കാട് ഡിവിഷന്റെ നിലനിൽപ്പ് പ്രതിസന്ധിയിലാക്കിയ ഉത്തരവെന്ന് MPമാർ. കേരളത്തിന് 1100 കോടിയുടെ നഷ്ടം ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. നീക്കം കർണാടക BJP ഘടകത്തെ പ്രീണിപ്പിക്കാനാണെന്നും ആക്ഷേപം. തീരുമാനം ഏകപക്ഷീയമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ സമീപിക്കും. SFI മുൻ സംസ്ഥാന സെക്രട്ടറി PM ആഷോ തോറ്റിട്ടും ഇന്റഗ്രേറ്റഡ് ബിരുദം 7ാം സെമസ്റ്ററിലേക്ക് പ്രവേശനം നൽകിയതിൽ തുടരന്വേഷണത്തിന് MG സർവകലാശാല സിൻഡിക്കേറ്റ് തീരുമാനം. സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിൽ മുൻ സിൻഡിക്കേറ്റ് അംഗം P ഹരികൃഷ്ണനെതിരെയും അന്വേഷണം. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാനത്തെ ആദ്യ വനിതാ പ്രസിഡന്റായി ചിന്ത ജെറോം. M വിജിൻ MLA സെക്രട്ടറിയായി ആര്യ രാജേന്ദ്രൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് വനിതാ വിഭാഗം ഡബിൾസിൽ ഇന്ത്യയ്ക്ക് വെങ്കലം. സെമിയിൽ ഇന്ത്യയുടെ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യം ലോക റാങ്കിങ്ങിൽ ഒന്നാമതുള്ള ചൈനയുടെ ലിയു ഷെങ്യു ടാനിങ് സഖ്യത്തോട് തോറ്റു. സ്കോർ 21-18, 13-21, 8-21. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാവുന്നു. നമസ്കാരം.